എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷനാണ്. തടാകങ്ങളുടെയും എന്താ പറയുക പഴയ കോട്ടകളുടെയും പഴമകളുടെയും ഒക്കെ നാടായ രാജസ്ഥാനിലെ ഉദയ്പൂരാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം ഒരു 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഉദയ്പൂർ സിറ്റിയിലെത്തി. അതിനുശേഷം നമ്മൾ റൂം എടുത്തു, കുളിച്ചു, 2-2:30 ആയപ്പോഴത്തേക്കും പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഉദയ്പൂർ വന്നിട്ട് ഫസ്റ്റ് വരുന്നത് പാലസ്. നമ്മളിത് ബൈക്കോടെ പാർക്കിങ് വെച്ചു വന്നു. ഇത് പാലസാണ്, ഉദയ്പൂർ പാലസ്. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് താജ്. ഓക്കെ, അത് താജ് ഹോട്ടലാണ് കേട്ടോ കാണുന്നത്. അത് ആ ലേക്കിന് നടുക്കുള്ളേ അല്ലേ? ലേക്കിന് നടുക്ക് ഇതാ താജ് പാലസ് ഹോട്ടലാണ്. അത് ഇതിലേ ഇറങ്ങിയിട്ട് താഴെ പോവുക. അവിടുന്ന് ബോട്ട് വഴിയാണ് ഹോട്ടലിലേക്കുള്ള എൻട്രി. അവിടെ അങ്ങനെ നമ്മൾ ഉദയ്പൂർ സിറ്റി പാലസിലാണ് എത്തിക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ തത്തയുടെ കൂടാൻ തോന്നുന്നു കേട്ടോ. അവിടെ 2 ഉണ്ട് അതിൻ്റെ കൂടുതൽ. ഇത് ഇവിടെ 2 ഷെയ്ഡിൽ ഒരു 2 ഫുള്ള് ഇത് തന്നെ കേട്ടോ. ഇതേ തൊട്ടിപ്പുറത്ത് ഷെയ്ഡ് കാര്യങ്ങൾ. ഇതേ ഇവിടെ മുഴുവൻ തത്തകളാണ് ഇവിടെ ഈ ഫുൾ കൂട്ടിലും. ഇത് കണ്ടു തീരുമല്ലോ കേട്ടോ. അയ്യോ, സെന്ന മഹൽ പണ്ടത്തെ വാതിൽ ഇതിൻ്റെയൊക്കെ ചെറുത്. പ്രതാപ് എൻ്റെ പൊന്നെ, ഇത് സംഭവം സെറ്റാ കേട്ടോ. ഇതിന് മറ്റേ ഇതല്ലേ ഫുള്ള് ഇത് മറ്റേ ബോഡി ഷീൽഡായിട്ട് വരുന്നല്ലേ അല്ലേ? പക്ക ബോഡി ഷീൽഡല്ലേ ഇത്? വാളും അതെ, പക്ക പ്രൊട്ടക്ഷൻ. ഇതാണ് ആട്. അത് നല്ല വെയിറ്റ് ഉണ്ടാവും അതിന് കേട്ടോ. മൈൻഡ് യുവർ ഹെഡ്. എനിക്ക് ബാധകമാണ്. വാള് കണ്ടു ഫുൾ അമ്പും. ദിസ് വേ പ്ലീസ്. ഇൻ ഓരോരോ രൂപങ്ങളും മറ്റേ അവരുടെ ഈ പ്രതിമകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് ഇവിടെ. സംഭവം സെറ്റപ്പാട്ടോ. ഇതിൻ്റെ ഒരു മൂലയിൽ നിന്ന് അങ്ങനെ മൂലക്കലോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഗാന്ധിയോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊടുക്കുമോ? ഇതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതാ ഇനി ഉദയ്പൂറിനാണ് ഇതിപ്പോൾ ഉള്ളത് തന്നെ കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടത് ഗാന്ധിജി യൂസ് ചെയ്ത ഗ്ലാസ്സാണത്. അപ്പോൾ അവിടെ നിന്ന് ഇനി അടുത്ത പരിപാടി
ശരിയായ ബാറ്റിലാട്ടോ ഇത്. മന്ദിരം ഇത് ഓരോ ചെറിയ ചെറിയ ബാൽക്കണിയാണ്. ചെറിയ ബാൽക്കണി ഇതേ അതേപോലെ തന്നെ അതേപോലെയുള്ള ചെറിയ ബാൽക്കണിയാണിത്. സെയിം സാധനം. മാപ്പ് ഓഫ് ന്യൂയോർക്ക് സ്റ്റേറ്റ്. ഓൾഡ് പാഡ്ലോക്ക് ഫോർ മെയിൻ ഗേറ്റ്സ്. മറ്റു കത്തിച്ച സാധനങ്ങൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ അറിയാം. ചെറിയ വാതിലുകളും ചെറിയ വഴികളും കേട്ടോ ഈ പറഞ്ഞ പോലെ. ഇതിനകത്ത് കയറിയ തന്നെ വേറെ തന്നെ ഒരു ലോകം പോലെയാണ്. ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ലേക്ക് കണ്ട ജാഗ് മന്ദിർ ഐലൻഡ് പാലസ് ഉദയ്പൂർ. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ്, സിറ്റി പാലസ് ഉദയ്പൂരിലാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. ഗ്ലാസ് കൊണ്ടുപോകുന്നു. അതെ, ഫുള്ള് ഗ്ലാസ്സിൽ കൊണ്ടുപോകും. ഈ കൊട്ടാരത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലെ സിറ്റി വ്യൂ ഉണ്ട് കേട്ടോ. ഇത് പക്ക സിറ്റി വ്യൂ ആണ്. ഓരോ ഭാഗത്തും ഫുൾ ഉദയ്പൂർ സിറ്റി മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിലുണ്ട് ഇതിൻ്റെ വ്യൂ. ബാൽക്കണിയിൽ നിന്ന് സിറ്റി മുഴുവൻ കാണുന്ന രീതിയിൽ. അന്നത്തെ ഫാൻ അല്ലേ, അതിൻ്റെ ആ മെഷീനറി നോക്കി അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. ഇതാ അടുത്ത ബാൽക്കണിയിൽ നിന്ന് വേറൊരു വശമാണ് കേട്ടോ. ഉദയ്പൂർ സിറ്റി മുഴുവനായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ. കൊട്ടാരത്തിലല്ല, കൊട്ടാരത്തിൻ്റെ പുറം ചുറ്റുവട്ടത്ത് മൊത്തം നടക്കുന്നതെല്ലാം കാണാം. അതേപോലെ സിറ്റി ഫുള്ള്. അതുകൊണ്ട് മലമണ്ടയ്ക്കുണ്ടോ അവിടെ ഏത് ഓർമ്മ ഉണ്ടല്ലേ, അവിടെ ഒരു കൊട്ടാരയും ഒരു അതിൻ്റെ ഇത് മതിലും കാണാം. എന്താണെന്ന് അറിയില്ല. ഫുൾ സിറ്റിയാണ്. അവിടുത്തെ ഫാന്, അവരുടെ ബെഡ്, അവരുടെ പേന, അവരുടെ റൈറ്റിങ്സ്, അവരുടെ റൈറ്റിങ്സ് കിട്ടത്തില്ല. അത് എങ്ങനെ സൂം ചെയ്ത് കിട്ടും, എന്താന്ന് നമുക്ക് വായിക്കാൻ പറ്റത്തില്ലത്. അന്നത്തെ വിളക്ക്, ഈ വിളക്ക് നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോഴും കുറച്ച് വീട്ടിലൊക്കെ ഉണ്ടല്ലേ. അതെ, അവരുടെ ടേബിൾ കസേര, അവരുടെ ബുക്സ് ആണെന്ന് തോന്നുന്നു. രാജസ്ഥാൻ. ആ സൈഡാണ് നമ്മളിപ്പോൾ കയറിയ സിറ്റി കേട്ടോ. സിറ്റിയുടെ വ്യൂ വരുന്നത് ആ സൈഡ് സിറ്റി ആണെങ്കിൽ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ ലേക്ക് വ്യൂ ആണ്. ഈ കാണുന്നത് താജ് ഹോട്ടൽ, അതിന് പുറകെ കാണുന്നത് ജാഗ് മന്ദിർ കേട്ടോ, ഉദയ്പൂരിലെ. ആ കാണുന്നത് അങ്ങ് കാണുന്നത് താജ് ഹോട്ടലിൻ്റെ വ്യൂ നോക്കി ഇവിടുന്ന്. എൻ്റെ പൊന്നു, ഇറങ്ങ. ആ എല്ലാം കുഞ്ഞ് വാതിലുകൾ, കുഞ്ഞ് അല്ലേ, എൻട്രൻസ് എല്ലാം ഭയങ്കര കുഞ്ഞ്. എത്രയും പൊക്കം കുറവാണ് രാജാവിന്. പിടിച്ചല്ലേ, കൺഗ്രാജുലേഷൻസ്.
സംഭവം ടണൽ പോലെയാണ് ഇത്. അല്ല ഏത് ബാൽക്കണിയും വ്യൂ ആ ഫുള്ള് സിറ്റി വ്യൂ കൊട്ടാരം വ്യൂ. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ 2 തെങ്ങ് 2 കവുങ്ങ് കഴിഞ്ഞു. കുളിക്കാനുള്ള കുടമോ? അതെ അതെ അതെ. പക്ഷേ സംഭവം എന്നത് എൻ്റെ മോനെ അവിടെ വച്ചേ ഇതൊക്കെ ഇപ്പോഴത്തെ എങ്ങനെയായിരിക്കും അല്ലേ? മാറ്റല്ല ഇപ്പോഴത്തെയാ? മാറ്റല്ല ഇപ്പോഴത്തെ തന്നെയാണ്. രാജീവ് ഹോട്ടലെല്ലാം വെള്ള തുണി പിരിച്ച് അന്നത്തെ വാഷ് ബേസിനൊക്കെ ഇപ്പം വെച്ചതാണ്. ഇത് ബാത്റൂമാണ്. ഇത് പക്ക അതിൻ്റെ അത് തുറന്ന് വെച്ചാൽ ക്ലോസ്ഡ് വെച്ച് അയക്കുന്നത്. അന്നത്തെ ബാത്റൂം ശരിയായ എല്ലാം രാജകീയമാണ് കേട്ടോ ശരിക്കും. കട്ടില് നടുക്ക് കണ്ണാടി അങ്ങനെയല്ലേ? ഇതൊക്കെ ബെഡ്റൂമാണോ ഹാളാണോ? ഇതൊക്കെ ബെഡ്റൂം ആയിരിക്കുമോ ഹാളായിരിക്കുമോ അല്ലേ? കൊട്ടാരത്തിൻ്റെ അകത്ത് ഓരോ പോർഷനിൽ നിന്ന് അടുത്ത പോർഷനിലേക്ക് ഇതേപോലെ ഗുഹ പോലെയാണ്, ഗുഹ ടണൽ പോലെയാണ് ഓരോ സെക്ഷനിലോട്ട് ഇറങ്ങുന്നത്. (1620) സൂര്യഗോത ബാൽക്കണി. ഈ കാണുന്നത് വെയിങ് മെഷീൻ, അതായത് നമ്മുടെ ശരീരഭാരം അളക്കുന്ന. നമ്മളിപ്പോൾ കയറി നിൽക്കുവായിരിക്കും അല്ലേ? അന്നത്തെ കാലത്ത് ഫുള്ള് രാജകീയം. അവിടെ ഇരുന്ന് ആ ഇരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് അത്തല തിരിയും കറക്റ്റായിട്ട്. ആ ഇതാണ് വെയിങ് മെഷീൻ അവിടെ കാണും. പക്ക പ്യുവർ ഗോൾഡോ? സൺ എംബ്രോയ്ഡ് മൗണ്ട് ഈസ് കോപ്പർ വിത്ത് ഗോൾഡ് പോളിഷ് ചെയ്താണ്. ഇത് കൊട്ടാരത്തിൻ്റെ ചെറിയൊരു പോർഷനാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം കണ്ടൊരു പോർഷനാണ് ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു മിനി ഓഡിറ്റോറിയം പോലെ. കാരണം ഇവിടെ നടക്കുന്ന പല ഫംഗ്ഷനുകളും, അതായത് ഇതേ രാജാവ് ഈ ഒരു മലക് മഹലാണ് ഇവിടെ, ഗ്ലാസ്സാണ്, പക്ക ഫുൾ ഗ്ലാസ് മഹൽ. രാജാവ് അവിടെ ഇരുന്നിട്ടാണ് കാണുന്നത്. അവിടെ ഇരുന്നിട്ട് ഇത് ഫുള്ള് വ്യൂ ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ, പാട്ട്, കാര്യങ്ങൾ, ഡാൻസ്, പൂജ എല്ലാം അവിടെ ഇരുന്നിട്ടാണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത വേ ടു നെക്സ്റ്റ് ഉണ്ടോ? എല്ലാം ഇടുങ്ങിയ വഴികളാണ് ഇവിടെ അല്ലേ? മുഴുവനും ഇടുങ്ങിയ വഴികളാണ്. നമ്മളന്ന് ഇങ്ങനെ ഇപ്പോൾ കയറി വന്നിട്ട് അടുക്കളയിലോട്ട് വന്നേ. സാധാരണ നമ്മുടെ ഇന്ത്യൻ അടുക്കള, ട്രഡീഷണൽ ഇന്ത്യൻ കിച്ചൺ. അതിനകത്ത് ഇതുണ്ടോ യൂസ് ചെയ്ത സാധനങ്ങൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഇതൊക്കെ അന്നത്തെ കാലത്തായിരിക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ സ്പൂണ് കാര്യങ്ങളൊക്കെ വരുന്നു. പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുത്തെ. ഓ എല്ലാം ഉണ്ട്. ഇത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ബെഡ്റൂമാണ് കേട്ടോ. 3 ഡോറാണ് മെയിൻ, അപ്പുറം ഇപ്പുറം 3 ഡോറ്. ഇതവരുടെ ബെഡ്റൂം. ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ശരിക്കും സിറ്റി വ്യൂ ആണ് കേട്ടോ. തീയൊക്കെ കാഞ്ഞ് കഥ പറയുന്ന സ്ഥലം അല്ലേ? എല്ലാ കവാടവും ഇത്രയും കുനിഞ്ഞു പോകണം. രാജാവിന് ഹൈറ്റ് ഇല്ല എന്നുള്ളത് 100% ഉറപ്പായി. വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു മാപ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ്, ഈ പാലസിലാണ്. തൊട്ടടുത്തുള്ള ഇവിടെ ജാഗ് മന്ദിറുണ്ട്, അതേപോലെ താജ് ലേക്ക് പാലസ് ഉണ്ട്. ഈ ഒരു ഏരിയ, ഉദയ്പൂർ ഏരിയ മുഴുവൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവൻ മാപ്പ് സെക്ഷനായിട്ട് തന്നെ വരുന്നു.
രാജകൊട്ടാരം അല്ലേ? എന്താ അല്ലേ ശരിക്കും? ഇപ്പം നമ്മളുള്ളത് ഇതിനകത്താണ് അല്ലേ? സിറ്റി പാലസ്. ഇതിനകത്ത് എവിടെയോ ഉണ്ട് നമ്മളിപ്പോൾ. ഇവിടെ നമ്മളുണ്ട്. ഇനി ഇത്രയും കാണാൻ കിടപ്പുണ്ട്. ആലോചിച്ചു എവിടെ ഇത് കണ്ടു ഈ ഭീമ് നമ്മൾ ഇങ്ങോട്ട് കണ്ടിട്ട് വന്നതാട്ടോ. ഇത് കണ്ടിട്ട് വന്നതാ അത് അപ്പുറത്തെ സൈഡിൽ നിന്ന്. രാജാവേ, എന്റെ രാജാവേ. അതെ, അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ. കൊട്ടാരങ്ങൾ എന്താ പറയുക, ഗാനമേള ആക്കിയിരുന്ന അന്നത്തെ വസ്തുക്കൾ. തബല, ഹാർമോണിയം. ആ തിരി അവിടെ കത്തി നിൽപ്പുണ്ടല്ലോ, അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് അറിയില്ല. ഓ മൈ ഗോഡ്. സിത്താർ. അതാ വയലിൻ. ട്രാൻസിസ്റ്റർ. അന്നത്തെ റേഡിയോ ഉണ്ടോ? ദിൽരൂപ ഉണ്ട്. ഇതാണ് ദിൽരൂപ അല്ലേ? അതെ. ഓ, ഗ്രാമഫോൺ നോക്കി. ആദ്യകാലത്തെ ഞാൻ തോന്നുന്നു ഗ്രാമഫോൺ. ഇത്രയും ആ സൈസ് കണ്ടോ? ഇവിടെയാണ് നമ്മൾ ഡിസ്ക് ഇടുന്നത് കേട്ടോ. ആ ഡിസ്കിനകത്ത് ഇപ്പം നിലവിലില്ല. ഇതെല്ലാം ഗ്രാമഫോണിൻ്റെ പല പല വേർഷൻസാണ്. നമ്മളിങ്ങോട്ട് കയറിയിരിക്കുന്ന പെയിൻറ്റിങ് ഗാലറിയിലോട്ടാട്ടോ. ഇതാ കൊട്ടാരത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ദർശിച്ചിരിക്കുന്നത്. ഇതാണ് സിറ്റി വ്യൂ. ഇത് കൊട്ടാരം. ഇപ്പോൾ നമ്മളുള്ള സ്ഥലം ഉദയപൂർ കൊട്ടാരം, സിറ്റി പാലസ്. ഓരോരുത്തർ വരച്ചതാണ്. അതിവിടെ എക്സിബിഷനായിട്ട് വെച്ചേക്കുന്നതാണ്. കൊട്ടാരത്തിൻ്റെ ഓരോരോ പോർഷൻസ് ഓരോരുത്തർ വരച്ചതാണ് ഇവിടെ എക്സിബിഷൻ. കുറേ ഉണ്ട്. 3 ഹാളോളം, 3, 4, 5 ഹാളോളമാണ് ഈ ഫുൾ എക്സിബിഷൻ വരയ്ക്കുന്നത്. ഓരോ പോർഷൻ വരച്ചേക്കുന്നതാണ്. ഇത് ഫോട്ടോ, അതിൻ്റെ പെയിൻറ്റിങ്. അങ്ങനെയാണോ ഇത് വരുന്നത്? ഫോട്ടോ, അതിൻ്റെ പെയിൻറ്റിങ്. എത്ര ഷാർപ്പായിട്ടാണ് വരച്ചേക്കുന്നത് നോക്കി. ഇവിടെ അവരുടെ ഫേസ് വരെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് ആ പെയിൻറ്റിങ് വരുന്നത്. ഇതൊക്കെ പെയിൻറ്റിങ് ആണ് കേട്ടോ. 3D പെയിൻറ്റിങ് പോലെ അല്ലേ? ഇതൊക്കെ വരയ്ക്കണേ എത്ര സമയം എടുത്തു. ക്ഷമയല്ലേ? ആ മരങ്ങളുടെ ഇത് ഒക്കെ നോക്കി. അതെ, 3D. ഇവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നല്ലേ? ഹണ്ടിങ് ആണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ സമ്മതിക്കണം. അപ്പോൾ പേഷ്യൻസും വേണം. വാ. നമ്മൾ ഇത് അന്നത്തെ രഥങ്ങളാട്ടോ അവർ യൂസ് ചെയ്തിരുന്നു. ഈ ഷെയ്ഡ് കാരണം ഒരു പക്ഷെ കാണത്തുണ്ടാവില്ല. ഫുള്ള് ശരിയായ രാജകീയം അല്ലേ? പണ്ടത്തെ സിൽവർ കളക്ഷൻ ആട്ടോ ഇത്. ഫുള്ള് സിൽവർ അല്ലേ? സിൽവർ 4 മൂലയ്ക്കോട്ട് വെച്ച് നോക്കി 7 കുടം വെച്ചിട്ട് എല്ലാം വെള്ളിയാണ്. ഇതോ ഡൈനിങ് റൂം. ഇത്
രാജാക്കന്മാരുടെ ഡൈനിങ് റൂമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഈ ഏഴാണ് വെച്ചിട്ടുള്ള 4 മൂലയ്ക്കുള്ളത് വെള്ളി കേട്ടോ, വെള്ളി പാത്രങ്ങളാണ്. തവി അവിടുത്തെ പാത്രം എല്ലാം വെള്ളി. ആരും കാണുന്നില്ല അല്ലേ. ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചൂല് ഇവിടെയാണ്. രാജാവിൻ്റെ കുതിരയും കുതിരവണ്ടി. ഇത് ഇത് കുതിരവണ്ടി, രാജാവ് സഞ്ചരിച്ചിരുന്ന കുതിരവണ്ടിയാണ് ഈ കാണുന്നത്. ഇത് സംഭവം തന്നെ കേട്ടോ. ഇന്നത്തെ വിഷറി അല്ലേ, രാജാവിന് തോഴിമാർ വീശി കൊടുക്കുന്ന വിഷറിയും കാര്യങ്ങളും ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്താൽ തോന്നുന്നു. സിൽവർ ദീപം ഇത് മറ്റേ പൂജയുടെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഏത് വർഷിപ്പിന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഓ ഇത് രാജാവിന് മേക്കപ്പ് സെറ്റ്. ഇതെൻ്റെ പൊന്നോ, രാജാവിന് മേക്കപ്പ് സെറ്റാണ് ഈ കാണുന്നത്. ഒരു വലിയ ബോക്സ് നടത്തി. അതേപോലെ തന്നെ ഇതെന്നാ സ്വാഗസ്റ്റിക് വിത്ത് സിൽവർ ടിപ്സ്. ഇതൊക്കെ രാജാവിന് മിസ് കൊടുക്കുന്ന കേട്ടോ. ഇതാണ് ട്രഡീഷണൽ രാജാവിൻ്റെ കുതിര. പഴയ പാത്രങ്ങളും ഇതുണ്ടോ, അന്നത്തെ പെൻസില്, പേന, പലതരം പേനകളാണ് ഇതൊക്കെ. ഷേവിംഗ് സെറ്റ് എന്തി? അതാ കത്രികേന് തൊട്ടടുത്ത്. ഇത് എടുത്തോണ്ട് കൊടുക്കാൻ 2 പേര് വേണം. അതെ, വടിച്ചിക്കാൻ 4 പേരും. അന്നത്തെ രാജാവിൻ്റെ ചെരുപ്പ് കാര്യങ്ങളൊക്കെയാണ്. പഴയ പാത്രങ്ങളാ. രാജാവിൻ്റെ ഡൈനിങ് സെറ്റ്, ഡൈസ്, ഇന്ത്യൻ ഡൈസ് യൂസ് ഇൻ വേരിയസ് ഗെയിംസ്. ഇതുണ്ടോ ഗെയിംസ് കളിക്കാൻ, വേരിയസ് ഗെയിംസിൽ രാജാക്കന്മാർക്ക് കളിക്കാൻ വേണ്ടി നീക്കി 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 പോകുന്നത്. അന്നത്തെ ചെസ്, അന്നത്തെ കരുക്കൾ കണ്ടോ, തേര് കാര്യങ്ങളൊക്കെ നോക്കി. രാജാവിൻ്റെ ചെറിയ റൂമിലെ ടൈംസും കാര്യങ്ങളൊക്കെയാണ്. ഇത് മുഴുവൻ രാജാവിൻ്റെ കുടുംബമാണ് കേട്ടോ. അതേപോലെ ഫാമിലി, അപ്പൂപ്പന്മാർ, പിന്നെ മക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ ഒരുപാട് ഫ്രെയിംസ് ഉണ്ട് ഇവിടെ തന്നെ കേട്ടോ. കൊട്ടാരം വക കൊടുത്തേക്കുന്ന, അതായത് ഇതുണ്ട് ഗെയിംസ് അല്ല, ഇത് തന്നെ ട്രോഫീസ് കൊടുക്കുന്നത് ഓരോ സെക്ഷനിലോട്ട് കൊട്ടാരം വക കൊടുക്കുന്നത് കുറേ ഉണ്ട് കേട്ടോ. ട്രോഫി സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അയ്യോ, തൊട്ടിൽ നോക്കി. അന്നത്തെ ടോയ്സ് ആണ് കേട്ടോ, ചെറിയ പിള്ളേരുടെ സിൽവർ ടോയ്സ്, എല്ലാം വെള്ളിയുടെ ടോയ്സാണ്. വെള്ളിയുടെ കളിപ്പാട്ടങ്ങളും കൊച്ചിനെ കടത്തുന്ന സ്ഥലവും. പെർഫ്യൂം ബോട്ടിലാ? എൻ്റെ പൊന്നോ, ഇത് സമ്മതിക്കോ കേട്ടോ. ക്രിസ്റ്റൽ ബോട്ടിൽസ്, ഫുള്ള് വെള്ളിയുടെ പെർഫ്യൂം ബോട്ടിൽസ് ആണ് കേട്ടോ. ഇത് ഫുള്ള് സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഇത് ചെറിയ പിള്ളേരെ കടത്തുന്ന ബോട്ടിൽ, എല്ലാം സിൽവറാണ്, പക്ക സിൽവർ. അങ്ങനെ ഇവിടെ നമ്മൾ എക്സിറ്റ് ആയി. നമ്മൾ ഇതിൽ എൻ്റർ ചെയ്തിട്ട് അതിനകത്തോടെയായിട്ട് കയറി. അത് കഴിഞ്ഞ് ആ ഒരു ഏകദേശം ഫുൾ പോർഷൻ ഫുള്ള് കവർ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു വാതിൽ, ഫുള്ള് വലിയൊരു വാതിൽ. അത്രയും ആ കൊട്ടി അടയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ആ തടി വെച്ചേക്കുന്നുണ്ടോ, ആ തടി ഊരിയിട്ടുണ്ടെങ്കിൽ ഫുൾ അടയ്ക്കാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്ത് ഉദയ്പൂർ സിറ്റിയുടെ വ്യൂ ആണ് കേട്ടോ. പക്ക സിറ്റി, നമ്മൾ കണ്ട ബാൽക്കണി മുഴുവൻ അങ്ങേയറ്റം തൊട്ട് അവിടെ നിന്നിട്ടുള്ള ഓരോരോ പോർഷൻസിനകത്ത് ഈ ബാൽക്കണി വരുന്നത് അല്ലേ. ഫുള്ള് സിൽവറിന് കേട്ടോ. രാജാവ് യൂസ് ചെയ്തിട്ടുള്ള കത്തി കാര്യങ്ങളൊക്കെ പിന്നെ സിൽവറിന് മോതിരങ്ങൾ കണ്ടോ നിങ്ങൾ? പ്യുവർ സിൽവർ. സിൽവർ കോയിൻ കണ്ടോ? സിൽവർ കോയിൻ ചുമ്മാ ഒരു കൗതുകത്തിനെ വില ചോദിച്ചേ എത്രയാണ്?
It's all used, right? Yeah, used to. Yeah. For women's bracelet. ഇതെല്ലാം സിൽവറും സിങ്കും കൂടെ മിക്സ് ആണ് അല്ലേ? സിൽവർ ആൻഡ് സിങ്ക് റൈറ്റ്? മിക്സ് ചെയ്തിട്ട് ഗോൾഡ് പോളിഷ് ചെയ്ത സാധനങ്ങൾ കേട്ടോ. 1000, 1200, 1300 റേഞ്ചിൽ. അതേപോലെ തന്നെ ഇത് വാള് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ 3500, 4000 അങ്ങനെ വേരി ചെയ്ത് വരുന്നത് ഇതൊക്കെ റേറ്റ്. നമ്മളിപ്പം ഈ ഒരു പോർഷൻ മൊത്തം കവർ ചെയ്തോട്ടെ. ഇത് ഓരോ ബാൽക്കണിയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ട് അവിടെ നിന്ന് എക്സിറ്റായി. അവിടെ താഴെയാണ് കുറച്ച് ഷോപ്സൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങി തൊട്ട് മുന്നിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഉദയ്പൂർ സിറ്റിയുടെ വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്നത് 4 ആണ്. ഈ ചെറിയൊരു തൂണും ഈ ചങ്ങലയും കണ്ടോ, ആനേനെ കെട്ടുന്ന സ്ഥലമാണ്. ഇവിടെ 8 ആനകളെ കെട്ടുന്നത്. ഈ ഒരു സ്പേസിൽ അവിടെ ചങ്ങല കെട്ടും, ഇവിടെ ഒരു ആന, ഇവിടെ വേറൊരു ആന. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 ആനകളെ കെട്ടുന്ന സ്ഥലമാണ്. ഇപ്പം ഗൈഡ് പറഞ്ഞു കൊടുത്ത് കേട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ആവുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണി വരെ സമയം. ഇപ്പോൾ നിലവിൽ 5:40 നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു. നമ്മൾ പെട്ടെന്ന് എല്ലാം കണ്ട് വേഗം ഇറങ്ങി. ആദ്യം നമ്മൾ 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അപ്പം പാലസിൻ്റെ അകത്ത് കോമ്പൗണ്ടിനകത്തുള്ള എൻട്രി ഉള്ളൂ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ മഹലിനകത്തോട്ടോ ഇപ്പോൾ കണ്ട കാഴ്ചകൾ കാണാനൊന്നും അതിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും ഇറങ്ങി വന്ന് വീണ്ടും ടിക്കറ്റ് എടുത്തു. അതായത് 300 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. 300 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിനകത്ത് ഫുൾ കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടത് ഉദയ്പൂർ സിറ്റി പാലസിന്.